ഏവർക്കും പുണ്ടുജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT മോഡൽ പരീക്ഷയിലെ സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീഡം എന്ന പാഠത്തെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. GNU Linux ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരെല്ലാം എന്നുള്ളതാണ്. നമുക്കിവിടെ ഓപ്ഷൻസിൽ നാഥൻ ഹാർട്സ്, കാൾ വിമൻ, റിച്ചാർഡ് സ്റ്റാൾമാൻ, മാർക്സ് ഹോൺവാട്ടർ, ലിനക്സ് ടോർവാൾഡ്. നമുക്കറിയാം റിച്ചാർഡ് സ്റ്റാൾമാനാണ് GNU Linux എന്ന ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത്. റിച്ചാർഡ് സ്റ്റാൾമാനാണ് GNU പ്രോജക്റ്റുമായി സഹകരിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രോഗ്രാമർമാരെയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. GNU പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കെർണൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന പേര് ദ ഹാർഡ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കെർണൽ പൂർത്തിയായിരുന്നില്ല. മറ്റെല്ലാം പൂർത്തിയായപ്പോഴും അതിൻ്റെ കെർണൽ പൂർത്തിയായിരുന്നില്ല. കെർണൽ എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഹാർട്ടാണ്. ഹാർഡ്വെയറുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് കെർണൽ. ആ GNU പ്രോജക്റ്റിൻ്റെ കെർണലിൻ്റെ പേര് ദ ഹാർഡ് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പൂർത്തിയായിരുന്നില്ല. അതേ സമയത്താണ് മറ്റൊരു പ്രോഗ്രാമറായിട്ടുള്ള ലിനസ് ടോർവാൾഡ് തൻ്റെ ലിനക്സ് എന്ന പേരിലുള്ള ഒരു കെർണൽ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഈ കെർണലാണ് ഈ റിച്ചാർഡ് സ്റ്റാൾമാനുമായി ബന്ധപ്പെട്ട് GNU പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ ലിനസ് ടോർവാൾഡ് നൽകിയത്. അങ്ങനെ GNU പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ കെർണൽ നൽകുകയും അങ്ങനെ GNU Linux എന്ന പേരിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ വരികയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ വരുന്നത് റിച്ചാർഡ് സ്റ്റാൾമാനും ലിനസ് ടോർവാൾഡുമാണ്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഇയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. ഒബ്ജക്റ്റ് കോഡുകൾ മാത്രം ലഭ്യമാകുന്നു, അതായത് സോഴ്സ് കോഡുകൾ ലഭ്യമല്ലാത്ത ഓപ്പൺ സോഴ്സ് വിഭാഗത്തിൽ വരാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉബുണ്ടു, ആൻഡ്രോയിഡ്, റെഡ് ഹാറ്റ് ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ സോഴ്സ് കോഡ് ലഭ്യമാകുന്നതാണ്. സോഴ്സ് കോഡ് ലഭ്യമല്ലാത്തത് ഓപ്ഷൻ സി വിൻഡോസ്, ഓപ്ഷൻ ഡി ആപ്പിൾ iOS. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ സോഫ്റ്റ്വെയർ ലൈസൻസുകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഹഡ്, GPL, ULA, ഗിറ്റ്ലാബ്, സോഴ്സ് ഫോർജ്. ഇതിലെ ഗിറ്റ്ലാബ്, സോഴ്സ് ഫോർജ് എന്നുള്ളതെല്ലാം വെബ്സൈറ്റുകളാണ്. നമ്മളുടെ ഈ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കോഡുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വെബ്സൈറ്റുകളാണ്. ഇവിടേക്കാണ് ഗിറ്റ്ലബ്, GNU, സാമിന, ഗിറ്റിയ, ഗിറ്റ്ഹബ്, സോഴ്സ് ഫീ, ഇതെല്ലാം വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഓപ്ഷൻ ഡിയും ഇയും അല്ല. അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റുകളാണ്. ഇനി ഇവിടെ ഹേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹേർഡ് എന്താണ് നമുക്കത് പരിശോധിക്കാം. ഹേർഡ് എന്നുള്ളത് GNU പ്രോജക്റ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കെർണലിൻ്റെ പേരായിരുന്നു ഹേർഡ്. ലൈസൻസുകളുടെ ഭാഗത്തേക്ക് വരാൻ GPL, അപ്പാഷെ, ULA ഇതെല്ലാം ലൈസൻസുകളാണ്. GNU അതുപോലെ BSD ലൈസൻസ്, UELA ലൈസൻസ്, ഇത് നാലുമാണ് പ്രധാനമായും ലൈസൻസിൻ്റെ വിഭാഗത്തിൽ വരിക. നമ്മുടെ ആൻസറായിട്ട് വരുന്നത് GPLും EULA. ഇപ്പോൾ ബിയും സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് പറയുന്നത്? വെർഷൻസ്, പതിപ്പുകൾ എന്നാണ്. ഫോർക്കുകൾ, സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്. പറയാം സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ് എന്നുള്ളതിൻ്റെ പ്രോഗ്രാമുകളാണ്. സോഴ്സ് കോഡ് നമുക്ക് മാനുവലായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യന് റീഡ് ചെയ്യാൻ പറ്റുന്ന കോഡുകളെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് കോഡ് എന്നുള്ളത് മെഷീന് മനസ്സിലാവുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെയാണ്. അപ്പോൾ സിയും ഡിയും അല്ല. ഇനി ഓപ്ഷൻ എയും ബിയുമാണ്. ഇതിലേതാണ് ശരിയെന്ന് നോക്കാം. അതിനു മുമ്പ് വെർഷൻ എന്താണ്, ഫോർക്ക് എന്താണ് നമുക്കത് പരിചയപ്പെടാം. വെർഷൻ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽഷ്യം. ഈ കാൽഷ്യത്തിൻ്റെ കൂടുതൽ മെച്ചപ്പെടുത്തിയ ഒരു പതിപ്പാണ് 21. ആ 21 കുറച്ച് ഒരു ഇടക്കാലമായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി അതേ വർഷം തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴാണ് അത് 12 എന്ന് ചേർക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള ചെറിയ പാച്ചസ് ചേർക്കുമ്പോൾ അത് 3 എന്ന ഒരു മാറ്റം കൂടി ചേർത്തുകൊണ്ട്, അപ്പോൾ ഇത്തരം വരുത്തുന്ന മാറ്റങ്ങളെല്ലാം വെർഷനുകൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ അത് തന്നെയാണ്, അത് തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഫോർക്ക് എന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓപ്പൺ സോഴ്സിൻ്റെ അതിൻ്റെ ഒരു ഘടനയിലോ അല്ലെങ്കിൽ അതിൻ്റെ രീതികളിലോ ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും മാറ്റി വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ ആയിക്കൊണ്ട് പുതിയൊരു പേരിൽ തന്നെ കൊണ്ടുവരുന്നതാണ് ഫോർക്ക് എന്നുള്ളത്. ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയർ അതിൻ്റെ പുതിയ 2 ഫോർക്കുകളാണ് ലിബർ ഓഫീസും അതുപോലെ
അപ്പാഷെ സോഫ്റ്റ്വെയറും. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പൺ ഓഫീസാണ്, അത് ഇടക്കാലത്ത് നിന്നുപോയതാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഫോർക്കുകളാണ്. അപ്പോൾ ഒരു സോഴ്സ് കോഡ് ഉപയോഗപ്പെടുത്തി മാറ്റി എഴുതി പുതുതായി ഒരു സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ പുതിയ രൂപത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു രീതിയിലൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് ഫോർക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഘടനയിൽ അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ എൻറ്റയർലി മാറ്റം വരുത്തി ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നു. അതിനെയാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് എല്ലാവർക്കും കിട്ടിയാൽ അതിൻ്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 അതിൻ്റെ പ്രയോജനങ്ങൾ പെടുന്നതും 1 പെടാത്തതുമാണ്. സോഫ്റ്റ്വെയർ നമുക്കത് ട്രസ്റ്റഡ്, സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ട്രസ്റ്റായിട്ട് ഉപയോഗിക്കാം, വിശ്വസിച്ച് ഉപയോഗിക്കാം. സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് 2 അതിൻ്റെ പ്രയോജനങ്ങളാണ്. 3 അതിൻ്റെ ബഗ്ഗുകൾ കണ്ടെത്താം, ഇതും അതിൻ്റെ പ്രയോജനങ്ങളാണ്. ഇനി ലാസ്റ്റത്തെയാണ് ഡി, സോഫ്റ്റ്വെയറുകൾ കുത്തകാവകാശം, അതായത് പ്രൊപ്രൈറ്ററി, അതിനെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കി മാറ്റാം. അത് കഴിയില്ല. സോഴ്സ് കോഡ് ആണെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്ന തരത്തിൽ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എല്ലാവരും കൂടി ചേർത്ത് ഒരു കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഒന്ന്, എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതായതുകൊണ്ട് ബഗ്ഗുകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത് ശരി ഉത്തരമാണ്. ഇതിന് അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന സമയം കുറക്കും. എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ സമയം വളരെ എളുപ്പത്തിൽ നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.